ഹലോ ഗേസ്, ഞാൻ ശിവാസ് നായർ. വാട്സപ്പ്, ഫേസ്ബുക്ക്, അതുപോലെ വൈഫൈ ഇതെല്ലാം ഹാക്ക് ചെയ്യാൻ സാധിക്കുമോ? നിങ്ങൾ തീർച്ചയായും ഹാക്ക് ചെയ്യാൻ സാധിക്കും. വാട്സപ്പും ഹാക്ക് ചെയ്യാൻ സാധിക്കും, ഫേസ്ബുക്കും ഹാക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ വാട്സപ്പും ഹാക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ വൈഫൈ തരുന്ന ആളുടെ പെർമിഷൻ ഇല്ലാതെ വൈഫൈയും ഹാക്ക് ചെയ്യാൻ സാധിക്കും. ഈ 3 ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഒരു അറിവാണ് ഞാൻ നിങ്ങളുമായി കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നത്. കൂട്ടുകാരാൻ സാധിക്കും, ഒരിക്കലും അത് ഡിലീറ്റ് ആയി പോകുന്നില്ല. അതാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. പക്ഷേ അതെനിക്ക് പരിചയപ്പെടുത്തണമെന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡ് മിസ്റ്റേക്ക് കിടക്കുന്നതുകൊണ്ട് അത് കുറച്ചും കൂടെ ഞാൻ അതിനെക്കുറിച്ച് നിയമവശങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം ഞാൻ ഈ വീഡിയോ കൂട്ടുകാർക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിൽ വൈഫൈ നമുക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കും. അത് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഫോൺ റൂട്ടറിലാണെങ്കിൽ ഡോട്ട് പറയും, ഡയറക്റ്റ് നിങ്ങൾക്ക് വൈഫൈ ഹാക്ക് ചെയ്യാൻ സാധിക്കും. പാസ്വേഡ് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ല. അതായത് നമ്മൾ ഒരു വൈഫൈ ഹാക്ക് ചെയ്യുന്ന തേർഡ് പാർട്ടി സർവീസിൻ്റെ ചിലതൊക്കെ വർക്ക് ചെയ്യും, ചിലത് വർക്ക് ചെയ്തത്. മിക്കതും ഒരു 99% വർക്ക് ചെയ്ത ആപ്ലിക്കേഷൻ എല്ലാം ഉടായ്പ. യൂട്യൂബിൽ കാണാമല്ലോ, എല്ലാം ഉടായ്പ ആപ്ലിക്കേഷൻ കേട്ടോ. അതൊന്നും വർക്കൊന്നുമല്ല, അത് ചുമ്മാ നമ്മൾ തട്ടിപ്പിന് വേണ്ടിയാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നിഷ്പ്രയാസം ഒരു സിമ്പിളായിട്ട് കാര്യം, നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും ഒരു പഴയ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ റൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റൂട്ട് ചെയ്ത് നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് വൈഫൈയുടെ പാസ്വേഡ് നിങ്ങൾക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കും. ഈ വൈഫൈയുടെ പാസ്വേഡ് നിങ്ങളുടെ പുതിയ ഫോണിലേക്ക് ടൈപ്പ് ചെയ്ത് അങ്ങനെ നിങ്ങളുടെ ഫോണിലേക്ക് അതും സാധിക്കും. ഇത്ര സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് തെറ്റാണ്, ഞാൻ പറഞ്ഞ റോങ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്ര സിമ്പിളായിട്ടേ പറയുന്നുള്ളൂ. നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്തിട്ട് മറ്റുള്ള പാസ്വേഡ് ഹാക്ക് ചെയ്തിട്ട് ആ പാസ്വേഡ് മറ്റുള്ള ഫോണിൽ ഉപയോഗിച്ച് വൈഫൈ ഹാക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നും എന്തൊരു പാകപ്പിഴവ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഇതിന് ഉത്തരവാദിയല്ല. അതിപ്പോഴേ പറയാണ്, ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ വൈഫൈ ഹാക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ വാട്സപ്പും ഫേസ്ബുക്കും ആരുടെയും പെർമിഷൻ ഇല്ലാതെ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞ വീഡിയോ A-to-Z അതിൻ്റെ നിയമവശങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ഇട്ട് തരുന്നതാണ്. കൂട്ടുകാർ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും. പിന്നെ ഇപ്പം കൊറോണ, എവിടെ തിരിച്ചാലും കൊറോണ. അപ്പം കൊറോണ പിടിപെട്ടില്ലെങ്കിൽ, ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരും. അതുവരെ ഒരു ചിന്ന ബ്രേക്ക്.